നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. നമ്മൾ ആരെ CM എന്ന് വിളിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഹൈക്കമാൻഡ് പറഞ്ഞുവിട്ട നിരീക്ഷകരൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. MLA-മാരോടും മുതിർന്ന നേതാക്കളോടും അഭിപ്രായം തേടി അത് ഹൈക്കമാൻഡിനെ അറിയിച്ച് ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. 2 ദിവസം കൊണ്ട് എല്ലാം ഒന്ന് കലങ്ങി തെളിയുമെന്നാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു പ്രതീക്ഷ. ഇനി ബംഗാളിലേക്ക് പോയാൽ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാൻ ഇനിയും തൃണമൂൽ കോൺഗ്രസ് തയ്യാറായിട്ടേയില്ല. BJP-യുടെ ചരിത്ര വിജയത്തിന് പിന്നാലെ ബംഗാളിൻ്റെ വിവിധ മേഖലകളിൽ അതിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സുവേന്ദു അധികാരിയുടെ PA രാജ്നാഥ് രഥിനെ വെടിവെച്ചു കൊന്നു എന്നാണ് അറിയുന്നത്. തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ TVK ഭൂരിപക്ഷം തെളിയിച്ചേ പറ്റൂ. വിജയ് തിരക്കിട്ട നീക്കങ്ങളുമായി നടത്തുകയാണ്. ഗവർണർ കർക്കശം കാണിച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷം തെളിയിച്ചു വരൂ, എന്നിട്ടാവാം കാര്യങ്ങൾ എന്നാണ് ഇന്നലെ അർലേക്കർ വിജയനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞ ഏതായാലും നാളെ ഉണ്ടായേക്കില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ വിവരങ്ങൾ രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്.